35 പവൻ വെയിറ്റ് വരാവുന്ന ഭംഗിയായിട്ടുള്ള ഒരു വെഡ്ഡിംഗ് സെറ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് കളക്ഷൻ കാണുമ്പോൾ? ആ ഒരു ഡമ്മി നിറഞ്ഞ് ഫില്ലായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ഫുൾ 35 പവന്റെ നെക്ക് പീസുകളെ കൊണ്ട് മാത്രം അലങ്കരിച്ചിട്ടുള്ള ഒരു വെഡ്ഡിംഗ് സെറ്റാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് എത്നിക് കളക്ഷൻ ആണ്. കറക്റ്റ് ഒരു ചോക്കറായിട്ട് നമ്മുടെ കഴുത്തിന്റെ ഫസ്റ്റ് ഒരു ഷോർട്ട് നെക്കായിട്ട് പറ്റിച്ചേർന്ന് ഇഴുകിച്ചേർന്ന് കിടക്കാവുന്ന വിധത്തിലുള്ള ഭംഗിയായിട്ടുള്ള ഒരു പീസാണ്. ഗ്രീൻ കളർ സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത്. അതിന്റെ ആ കളർ കോഡിലും മാറ്റ് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട്. വെയിറ്റ് വന്നിരിക്കുന്നത് 45 ഗ്രാം ആണ്. രണ്ടാമത് വന്നിരിക്കുന്നത് ഡയമണ്ട് കളക്ഷൻ എന്ന് തന്നെ പറയാൻ പറ്റാവുന്ന വിധത്തില്, എന്നാൽ അത് അൺകട്ടാണ്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൺകട്ടാണെന്ന് ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് പറയാനായിട്ട് സാധിക്കില്ല. അത്രയും ഫിനിഷിങ്ങിലാണ് ആ ഒരു അൺകട്ടിന്റെ നെക്ക് പീസ് വന്നിട്ടുള്ളത്. ബ്ലൂ സഫയർ സ്റ്റോണുകളും അതിൽ വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള പീസാണ്. അത്യാവശ്യം ബ്രോഡും ആണ്. നമുക്കിത് വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ബ്രോഡായിട്ടുള്ള ഒരൊറ്റ നെക്ക് പീസായിട്ട് അതങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വെഡ്ഡിങ്ങിനൊക്കെ ശേഷം സിംഗിൾ പീസൊക്കെ ആയിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അപ്പൊ ഈ അൺകട്ടിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് 34 ഗ്രാം ആണ്. നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും അത് ഡയമണ്ടിന്റെ നെക്ക് പീസ് തന്നെയാണ് ഒരൊറ്റ നോട്ടത്തിൽ നമുക്കത് പറയാനായിട്ട് കഴിയുള്ളൂ. അത്രയും അൺകട്ടിന്റെ പോലെയല്ല അതിന്റെ ഫിനിഷിങ്ങും ആ ഒരു പെർഫെക്ഷനും ഭംഗിയൊക്കെ നിൽക്കുന്നത് ഡയമണ്ട്സിന്റെ ഒപ്പം നിൽക്കാവുന്ന ഒരു കളക്ഷൻ ആയിട്ടാണ്. എന്നാൽ അത് അൺകട്ടാണ്. മൂന്നാമത് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ രാജ്കോട്ട് കളക്ഷനാണ്. ലെയർമാലയാണ്. 4 ലെയറിലാണ് അത് നിൽക്കുന്നത്. റോസ് ഗോൾഡ്, യെല്ലോ ഗോൾഡ്, വൈറ്റ് ഗോൾഡ് 3 ആ ട്രൈ കളറോട് കൂടിയ കോമ്പിനേഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു കളക്ഷനാണ്. ലെയർമാലയ്ക്ക് ഭയങ്കര ആരാധകരാണ്. അത് ലൈറ്റ് വെയിറ്റിൽ നിന്നിട്ടാണെങ്കിലും ഹെവി വെയിറ്റിലാണെങ്കിലും കേരളയിൽ മുതൽ നമുക്ക് ലെയർമാലകളുടെ കളക്ഷൻ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അത് ലൈറ്റ് വെയിറ്റിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും കിട്ടും. കുറച്ച് സോളിഡ് ടൈപ്പ് വർക്കിൽ കുറച്ച് ഹെവി വെയിറ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ടും ലിയോസിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു വെയിറ്റ് വന്നിരിക്കുന്നത് 35 ഗ്രാം ആണ്. നല്ല രസമായിട്ടുള്ള ഒരു കളക്ഷൻ അല്ലേ. അതിന്റെ ബാക്കിലേക്ക് ഒരു ഈ ഷോൾഡറിന്റെ മേലേക്ക് അങ്ങോട്ട് ബാക്ക് ചെയിൻ ആയിട്ട് പോണതും ഒരു ട്രൈ കളറോട് കൂടിയ ബോൾസിന്റെ കട്ടിംഗ് ബോൾസിന്റെ ഒരു ചെയിൻ വർക്കാണ്. അടുത്തത് വന്നിട്ടുള്ളത് ഒരു ഭംഗിയായിട്ടുള്ള അടിപൊളി എക്സോട്ടിക്കിന്റെ കളക്ഷനാണ്. ട്രൈ കളർ തന്നെയാണ് വരണത്. ഇതിപ്പോ ഒരു ഹിന്ദു ടച്ചിനും മുസ്ലിം ടച്ചിനും ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതിന്റെ ആ ഒരു പെർഫെക്ഷനും ആ ഒരു ക്ലാസി ലുക്കും അടിപൊളിയാണ്. ട്രൈ കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ ആ ഒരു 4 ലെയറിൽ ആ ഒരു വർക്ക് നിൽക്കണത് ഒന്നും സെപ്പറേറ്റ് ചെയ്തല്ല, എല്ലാം ഒന്നിനോടൊന്ന് അറ്റാച്ച് ചെയ്താണ് നിൽക്കുന്നത്. അതിന്റെ സെന്ററിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ലാത്ത ഭംഗിയായിട്ടുള്ള ഒരു പീസാണ്. താഴേക്ക് വീണ്ടും ഒരു ഹാങ്ങിങ്ങും അതുമെന്ന് കുറച്ച് ചെറിയ വർക്കുകളും 3 വർക്കാണ് അത് താഴേക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അടിപൊളി പീസാണ്. വെയിറ്റ് വന്നിരിക്കുന്നത് ഒരു 70 ഗ്രാം വരുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു നെക്ക് പീസിന്റെ ആ ഒരു ബ്രോഡ്നെസ്സും വലിപ്പവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ചെറിയ ഒരു നെക്ക് പീസ് അല്ല, ആളിത്തിരി സ്പെഷ്യൽ ആണ്, അഡാറാണ്. 70 ഗ്രാം ആണ് വെയിറ്റ് വന്നിരിക്കുന്നത്. നല്ല രസമാണ്. അടുത്തത് വന്നിരിക്കുന്നത് ഒരു ടർക്കിഷിന്റെ തന്നെ വന്നിരിക്കുന്ന ഒരു നെക്ക് പീസ് ആണ്. ട്രൈ കളർ ഇല്ല, 2 ടോൺ ആണ്. യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അതൊരു 65 ഗ്രാം ആണ് വെയിറ്റും വന്നിട്ടുള്ളത്. അതും 3 ലെയർ തന്നെയാണ്. അത് 3 ലെയറും അറ്റാച്ച് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്കൊരു വെഡ്ഡിങ്ങിനൊക്കെ ശേഷം ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു സാരിക്കൊക്കെ സിംഗിൾ പീസായിട്ടൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ലാസ്റ്റ് വന്നിരിക്കുന്നത് വീണ്ടും ടർക്കിഷിന്റെ തന്നെ ഒരു പീസാണ്. മേലെ നിന്ന് ഒരു ഒറ്റ ലെയറിൽ വന്നിട്ട് താഴേക്ക് ഒരു സെൻട്രിൽ നിന്ന് താഴേക്ക് ഒരു 2 ലെയർ അറ്റാച്ച് ചെയ്ത് വന്നു. പിന്നെ അവിടെ നിന്ന് മിഡിൽ ഭാഗത്തേക്ക് വരുമ്പോൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു 3 ലെയറിലാണ് അത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ട്രൈ കളറോട് കൂടിയ ഒരു ഗ്രിൽ ടൈപ്പ് വർക്കൊക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള പീസ് തന്നെയാണ്. 45 ഗ്രാം ആണ് അതിൻ്റെ ഒരു വെയിറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ 35 പവന്റെ വെഡ്ഡിംഗ് സെറ്റ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഈ 35 പവനിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരുപാട് കളക്ഷൻ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തതൊന്നും ആയിരിക്കില്ല.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. ഇതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ, ഓരോരുത്തരുടെയും ടേസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെയിറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലിയോസിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹോൾസെയിൽ റേറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മേക്കിംഗ് ചാർജ് ഈടാക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ ഒരു റേറ്റിലേക്ക് നിങ്ങൾക്കത് പോവില്ല. കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ലിയോസിൽ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും വെഡ്ഡിങ്ങോ അതല്ല ചെറിയൊരു മാമുദീസയോ പേരുവിളിയോ, ഇനിയിപ്പോൾ ഒരു കുർബാന സ്വീകരണം, അതിനൊരു ചെറിയൊരു 500 മില്ലിയുടെ ഒരു റിംഗ് ആണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വേണ്ടത് എന്നുണ്ടെങ്കിൽ കൂടിയും സ്വർണ്ണമാണ് എന്നുള്ള ആ ഒരു ഇതിൽ എവിടെയാണെങ്കിലും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. എത്രയാണ് മേക്കിംഗ് ചാർജ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. കളക്ഷൻ്റെ വെറൈറ്റികൾ, അതിൻ്റെ പെർഫെക്ഷനിലുള്ള ഫിനിഷിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ മേക്കിംഗ് ചാർജ് ശ്രദ്ധിക്കുക. കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കബളിപ്പിക്കപ്പെടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ലിയോസിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കളക്ഷനുകളൊക്കെ ആയിട്ട് പുതിയ കളക്ഷൻസും കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും. സൈനിങ് ഓഫ്, സീൽഡ് ലിയോ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.